നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് അഹല്യ ഗൗതമ ചരിതം. അഹല്യാദേവിയുടെ ശാപവും ശാപമോക്ഷവും ഉൾപ്പെടുന്ന ഭാഗം. ഗൗതമ മുനി അഹല്യാദേവിയുമായി തപസ് ചെയ്യുന്ന കാലത്താണ് അഹല്യയുടെ സൗന്ദര്യത്തിൽ ദേവേന്ദ്രൻ ആകർഷകനാകുകയും ഒരു അവസരം നോക്കിയിരുന്ന വേഷം മാറി അഹല്യയുടെ അടുത്തെത്തി അവളെ പ്രാപിച്ചതും. വന്നത് ദേവരാജനാണെന്ന് മനസ്സിലാക്കിയ അഹല്യ തന്റെ സൗന്ദര്യത്തിൽ മതിമറന്നാണ് അദ്ദേഹം എത്തിയത് എന്നതിൽ അഭിമാനം കൊണ്ടു. എന്നെയും തന്നെയും രക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ദേവേന്ദ്രന് പുറകുവശത്ത് കൂടി ഇറങ്ങിപ്പോകുവാനുള്ള സൗകര്യവും നൽകി. പക്ഷെ ദേവേന്ദ്രൻ നേരെ ചെന്നപ്പെട്ടത് ഗൗതമ മുനിയുടെ മുൻപിലാണ്. അഹല്യയുടെ ജീവിതത്തിൽ സംഭവിച്ച ശാപത്തിന്റെ കാരണം ഇതായിരുന്നു. നമുക്ക് ഡോക്ടർ ലക്ഷ്മിദാസിന്റെ രാമായണ പാരായണം കേൾക്കാം. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദം ഏതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭനേത്രത്തോടും വാസവനീലമണിസങ്കാശ ഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. വിശ്വാമിത്ര മഹർഷിയുടെ രാമലക്ഷ്മണന്മാരോടൊപ്പമുള്ള കാനനയാത്രയും യാഗരക്ഷാർത്ഥം ശ്രീരാമന്റെ കർമ്മങ്ങളും അഹല്യയുടെ ശാപമോക്ഷവും താടകയുടെ വധവും അതിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സങ്കോചവും സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ സഞ്ചരിച്ച് വിശിഷ്ടമായ ഗൗതമ മഹർഷിയുടെ ആശ്രമ സങ്കേതത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ എത്തിച്ചേരുകയാണ്. മഹാതപസ്വിനിയായ അഹല്യ ശിലയെ ആശ്രയിച്ച് അവിടെ വർത്തിക്കുന്നു. രാമപാദസ്പർശമുണ്ടാകുമ്പോൾ അഹല്യ സ്വരൂപത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ആ കർത്തവ്യം നിർവഹിക്കൂ ഹേ രാമ എന്ന് വിശ്വാമിത്ര മഹർഷി രാമനെ ബോധിപ്പിച്ച സന്ദർഭം. ആ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത്. ഗാധിനന്ദനൻ വിശ്വാമിത്ര മഹർഷി ദാശരഥിയോട്, ദശരഥപുത്രനായ രാമനോട് അഹല്യാവൃത്താന്തത്തെ പറഞ്ഞ് രാമൻ്റെ തൃക്കൈയും പിടിച്ച് ആശ്രമത്തിൻ്റെ അങ്കണത്തിലേക്ക് എത്തി. ഉഗ്രമായ തപസ്സോടുകൂടിയിരിക്കുന്ന അഹല്യ ആ അഹല്യയുടെ രൂപം കാണിച്ചു കൊടുത്തു. ശ്രീരാമനാകട്ടെ ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അഹല്യയുടെ മുമ്പിൽ നമസ്കരിച്ചു. ജഗന്നാഥനായ രാമനെ കണ്ട് ആനന്ദ അതിരേകത്തോടുകൂടി അഹല്യ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരാശയം, വിശ്വാമിത്ര മഹർഷി ബ്രഹ്മതേജസ്സിൻ്റെ മൂർത്തി, യാഗരക്ഷയ്ക്ക് ക്ഷാത്രബലത്തെ ആവശ്യപ്പെട്ടു. രാമൻ വിശ്വാമിത്രൻ്റെ കൂടെ പോയി യാഗരക്ഷ ചെയ്തു. രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അവിടെ യാഗരക്ഷയ്ക്ക് പോകുന്ന രാമൻ താടകാവധം ആദ്യം ചെയ്യുന്നു. രാമൻ്റെ അവതാര ചരിതത്തിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു ആസുര നിഗ്രഹമാണ് താടകയുടേത്. അനന്തരം യാഗരക്ഷ ചെയ്യുന്നു. യാഗരക്ഷ എന്ന് പറഞ്ഞാൽ യജ്ഞരക്ഷ. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ബ്രാഹ്മ തേജസ് ചെയ്യുന്ന സാത്വിക കർമ്മങ്ങളെ, ലോകോപകാരകങ്ങളായ കർമ്മങ്ങളെ രക്ഷിക്കുന്നു. തുടർന്നാണ് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന അഹല്യ ശാപമോക്ഷം എന്നുള്ളത് വരുന്നത്. ഈ മൂന്നും നിർവഹിച്ച ശേഷമാണ് സീതാപരിഗ്രഹം എന്നുള്ളത്. അപ്പം അവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരാശയം, അഥവാ രാമായണം നമുക്ക് കാണിച്ചു തരുന്ന സന്ദേശം, പരാശക്തിയുമായുള്ള പരമേശ്വരൻ്റെ ചേർച്ച, അതാണല്ലോ സീതാരാമന്മാരുടെ വിവാഹം. അപ്പം ആ ഒരു സന്ദർഭം വർണ്ണിക്കുന്നതിന് മുമ്പ് മാനുഷഭാവത്തിൽ രാമൻ എന്തിനവതരിച്ചു എന്നുള്ളത് വ്യക്തമാക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദുർവൃത്തന്മാരെ, ദുർജനങ്ങളെ ശിക്ഷിക്കുന്നു. തപോനിഷ്ഠന്മാരായി സാത്വിക വൃത്തിയിൽ കഴിയുന്ന സജ്ജനങ്ങളെ രക്ഷിക്കുന്നു. തദ്വാര ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നു. ഇതാണല്ലോ
അവതാരോദ്ദേശ്യം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഇതാണ് അവതാരോദ്ദേശ്യം. ഇവിടെ താടകാവധത്തിലൂടെ ദുഷ്ടനിഗ്രഹം, അഹല്യ ശാപമോക്ഷത്തിലൂടെ ശിഷ്ടരക്ഷണം, വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കുന്നതിലൂടെ ധർമ്മ സംസ്ഥാപനം. അപ്പോൾ അവതാര ഉദ്ദേശ്യം ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. ഇവിടെ നമ്മൾ കിളിപ്പാട്ടിൽ നിന്നൊരൽപ്പം അതിൻ്റെ മൂലത്തിലേക്ക് പോയി അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, താടകയെ വധിക്കാൻ വിശ്വാമിത്രൻ ആവശ്യപ്പെട്ട സമയത്ത് ശ്രീരാമനുള്ളിൽ സങ്കോചം ഉണ്ടായിട്ടുണ്ട്. ആ സങ്കോചം ശ്രീരാമൻ അഭിവ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വാൽമീകി രാമായണത്തിൽ. കാരണം സ്ത്രീവധം ഒരു കാരണവശാലും ശാസ്ത്രം അനുവദിക്കുന്നതല്ല. എന്നാൽ മഹർഷിയാകട്ടെ നിർദ്ദേശിച്ചത് സ്ത്രീവധത്തിനാണ്. ശ്രീരാമനുള്ളിൽ സങ്കോചമുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹർഷി ഉടനെ ഉപദേശിക്കുകയാണ്, ധർമ്മധ്വംസനം ചെയ്യുന്നവളാണിവൾ, പ്രപഞ്ച വ്യവസ്ഥയെ നശിപ്പിക്കുന്നവളാണിവൾ. പിന്നെ സംശയിച്ചില്ല രാമൻ, ഞാണൊലിയിട്ടു, താട്ടകയെ ആകർഷിച്ചു, താട്ടകയെ വധിച്ചു. അപ്പം ധർമ്മ സംരക്ഷണത്തിനായിക്കൊണ്ട് അതിന് വിരുദ്ധമായി നിൽക്കുന്നത് സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ അവിടെ പ്രവർത്തിക്കുന്ന രാമൻ. അതുപോലെ സുദീർഘമായ തപസ്സുകൊണ്ട് പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തിയ വ്യക്തിയെ സമുദ്ധരിക്കുന്ന രാമൻ. ക്ഷാത്ര വീര്യത്തിൻ്റെ മൂർത്തിയായി ബ്രാഹ്മ തേജസ്സിൻ്റെ യജ്ഞം സംരക്ഷിക്കുന്ന രാമൻ. ഈ മൂന്ന് ഭാവങ്ങളുടെയും ഒരു സമന്വയമാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ശ്രീരാമ അവതാരം എന്തിന് എന്നുള്ളത് സ്പഷ്ടമാക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായുള്ള ശിഷ്ടരക്ഷണം എന്നുള്ള ഭാഗം, അതാണ് നമ്മൾ അഹല്യ ശാപമോക്ഷത്തിൽ കാണുന്നത്. ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത്. നല്ലപോലെ മനനം ചെയ്യാമെന്ന് മാത്രം പറയട്ടെ. നമസ്കാരം. കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം ചെയ്തു വരാം. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ ഭക്തജനങ്ങൾ മൂന്നാമത് ദർശനം നടത്തുന്ന ഇടത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, ഈ നാടിനെ ഒന്നാകെ സംരക്ഷിക്കുന്ന സംഗമേശന്റെ മണ്ണ്. ജ്യേഷ്ഠനായ രാമനോടുണ്ടായിരുന്ന സഹോദര സ്നേഹം, അയോധ്യയുടെ രാജാവാകാൻ അവസരം ലഭിച്ചിട്ടും രാമപാദുകത്തെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഭരണം നിർവഹിച്ച് രാജ്യത്തോട് കാണിച്ച പ്രതിബദ്ധത, രാമായണത്തിലെ നീതിമാൻ എന്ന് ഭരതസ്വാമിയെ വാഴ്ത്താനുള്ള കാരണവും ഈ സവിശേഷതകൾ തന്നെയാണ്. തന്നിൽ വിശ്വാസമർപ്പിച്ച് മുന്നിലെത്തുന്ന ഭക്തരോടും അതേ കരുതലും പ്രതിബദ്ധതയും തുടരുന്ന ഭരതസ്വാമി വാണരുളുന്ന പുണ്യഭൂമിയാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കോട്ടയത്തെ നാലമ്പലങ്ങളിൽ ഭക്തർ മൂന്നാമത് ദർശനം നടത്തുന്ന ഇടമാണ് ഇവിടം. കൂടപ്പുലത്ത് നിന്ന് 5 കിലോമീറ്റർ മാറി അമനകരയിലാണ് ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളുടെ ഇടയിൽ താഴ്ന്ന ദിക്കായതുകൊണ്ടാണ് അമനകര എന്ന പേര് ലഭിച്ചതെന്നാണ് ഭൂമിശാസ്ത്ര നിഗമനം. ഭരതകരയാണ് അമനകരയായി മാറിയതെന്നും പറയുന്നു. പടിഞ്ഞാറ് ദർശനമായി ശ്രീ ഭരതസ്വാമി അനുഗ്രഹം ചൊരിയുന്നു. മനസ്സിന് എപ്പോഴും നമ്മൾ ക്ഷേത്രം നമുക്കല്ലെങ്കിലും നമ്മുടെ സ്വന്തം ഇതല്ലേ, അപ്പൊ അതിൻ്റെതായ സന്തോഷവും സമാധാനവും ഉണ്ട്. എപ്പോഴും മിക്കവാറും പറ്റുന്ന സമയത്തൊക്കെ വരും. എനിക്ക് അനുഗ്രഹമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ സാധിച്ചു തരുന്നുണ്ട്.
ഭരതസ്വാമിക്ക് അത്രയും വിശ്വാസ. ശിവനും അതെ, കാവിലും അതെ. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിലൊന്നാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1000-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം കൊടുക്കാവുന്ന തരത്തിൽ പടിഞ്ഞാറ് ദർശനമായിട്ടിരിക്കുന്ന മൂർത്തിഭാവമാണുള്ളത്. കൂടൽമാണിക്യം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ കൂടൽമാണിക്യമെന്നറിയപ്പെടുന്ന മഹാക്ഷേത്രമാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ദർശനക്രമം അനുസരിച്ച് രാമപുരത്ത് ശ്രീരാമസ്വാമിയെയും കൂടപ്പുറത്ത് ലക്ഷ്മണസ്വാമിയെയും ദർശനം നടത്തിയതിന് ശേഷമാണ് അമനഗരയിൽ ഭരതസ്വാമിയെ ദർശനം നടത്തുന്നത്. ഇത് 3ാമത്തെ ക്ഷേത്രമാണ്. 4ാമത് ശത്രുഘ്നസ്വാമിയെ ദർശനം നടത്തിയതിന് ശേഷം വീണ്ടും രാമപുരത്ത് ദർശനം നടത്തുമ്പോഴാണ് രാമപുരത്തെ നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. ആദ്യകാലത്ത് 5 മനകളുടെ വകയായിരുന്ന ഈ പ്രദേശവും ക്ഷേത്രവും ഐമനകര എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു എന്നും പറയുന്നു. കാലാന്തരത്തിൽ ഈ പേര് ലോപിച്ച് അമനകരയായി എന്നാണ് വിശ്വാസം. ഇതിൽ 2 മനകൾ അന്യം നിന്നു പോവുകയും പിന്നീട് ക്ഷേത്രഭരണം അവശേഷിച്ച 3 ഇല്ലങ്ങളായ പുനം, പുതിയേടം, താമരമംഗലം എന്നിവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. നിത്യവും 3 പൂജകളുള്ള ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലക്കാർക്കാണ്. പ്രധാന ക്ഷേത്രത്തിന് മുന്നിൽ അതീവ പ്രാധാന്യത്തോടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇതോടൊപ്പം ശ്രീ ഗണപതി, യക്ഷി, നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. 8 വീട്ടിൽ പിള്ളമാരെ പേടിച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടുത്തെ ബലിക്കൽപ്പുരയിൽ വന്ന് ഒളിവിൽ താമസിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ചരിത്രമാണ് പറയുന്നത്. അപ്പം നൂറ്റാണ്ടുകളല്ല, 1000 ആണ്ടുകളുടെ പഴക്കം തന്നെ ക്ഷേത്രത്തിനുണ്ട്. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയിൽ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ ഇടപ്രഭുക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ നാട്ടിലെ കേസ് കാര്യങ്ങളും വിചാരണകളും ധർമ്മനീതി നടപ്പാക്കുന്ന ഒരു ഇടമായിട്ടും അതിൻ്റെ ഒരു സ്ഥലമായിട്ടും കേന്ദ്രമായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സത്യസന്ധനായ ധർമ്മിഷ്ഠനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദകങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ആ പാദക പൂജ നടത്തിക്കൊണ്ട് ഈ രാജ്യം ഭരിച്ച ഭരതസ്വാമിയുടെ ആ ഭരണ നിപുണത ഈ നാട്ടിലുള്ള ആളുകൾക്ക് വളരെ ബോധ്യമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ധാരാളം പുതിയ പുതിയ സംഘടനകളൊക്കെ ഉണ്ടാവാറുണ്ട്. കലാസംഘടനകളും സാഹിത്യകാരന്മാരുമൊക്കെ ഇവിടെ നിന്നും ജനിക്കാനുള്ള കാര്യവും ഭരതസ്വാമിയുടെ അനുഗ്രഹമായി ഈ നാട്ടുകാരും ഭക്തജനങ്ങളും വിശ്വസിക്കുകയാണ്. അങ്ങനെ ചരിത്രപരമായി പൗരാണികമായ ഒരുപാട് ഇഴചേർന്നിട്ടുള്ള വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമാണ്. പടിഞ്ഞാറ് ഭാഗം പാടമാണ്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ രാമപുരം ശ്രീരാമസ്വാമിയുടെ തിരുസന്നിധി വരെയുള്ള പ്രദേശത്തേക്കുള്ള പാടം ഈ ഭരതസ്വാമിയുടെ സ്വന്തമായിരുന്നു ഒരു കാലത്ത്. പുതിയ ഭൂനിയമമൊക്കെ വന്ന സമയത്ത് അത് അന്യാധീനപ്പെട്ടു പോയി എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭൂമി സ്വന്തമായി കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ പാടശേഖരങ്ങൾ വലിയ രീതിയിൽ 1000 പറ നെല്ല് പാട്ടം കിട്ടുന്ന പാടശേഖരം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഒരു അധിപനായിട്ട് വാണിരുന്ന ഭരതസ്വാമിയാണ്. മഹാവിഷ്ണുവിന്റെ 4 കരങ്ങളിലെ ശംഖ്, ചക്രം, ഗദാപത്മങ്ങളിൽ ഭരതസ്വാമിയുടെ പ്രതീകം ശംഖാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശംഖുപൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഒപ്പം ഉണ്ണിയൂട്ടും നടന്നുവരുന്നു. ശ്രീരാമദേവന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച രാജ്യം ഭരിച്ച രാമായണ സന്ദർഭത്തെ അനുസ്മരിച്ച് ക്ഷേത്രത്തിൽ പാദുക പൂജയും നടന്നുവരുന്നു. ശംഖുപൂജയാണ് അമനകര ശ്രീ ഭരതസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതിനൊപ്പം തന്നെ പിതൃപുണ്യം തേടിക്കൊണ്ട് ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ മീനൂട്ടും നടത്തി വരുന്നുണ്ട്. ഈ തീർത്ഥക്കുളത്തിൽ തന്നെയാണ് രാമപുരം ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ ഭരതസ്വാമിയും ആറാടാറും. കർക്കടകം 1 മുതൽ തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിനായി അമനകരയിലെത്തും. അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ക്ഷേത്രം തയ്യാറാണ്. ദശരഥപുത്രന്മാരുടെ ക്ഷേത്രങ്ങൾ ഒന്നിച്ച് ദർശനം നടത്തുന്നത് ഒരു തവണ സമ്പൂർണ്ണ രാമായണ പാരായണം ചെയ്യുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം. കലിയുഗത്തിൽ ശ്രീരാമദർശനവും ശ്രീരാമനാമജപവും വളരെ പ്രാധാന്യം
ഉള്ളതായിട്ട് മുൻകാലം മുതൽ ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നു. അതിനെ നാലമ്പല ദർശനം എന്നറിയപ്പെടുന്നു. ഈ നാലമ്പല ദർശനം ശ്രീരാമൻ്റെ ഉച്ചപൂജയ്ക്ക് മുമ്പ് നടത്തണം എന്നുള്ളതാണ്. അതായത് ശ്രീരാമൻ്റെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെ ദർശനം ചെയ്ത് വീണ്ടും രാമപുരത്ത് പോയി ഹനുമാനെ ദർശനം ചെയ്ത് ആ ദർശനം പൂർത്തിയാക്കുന്നു. എന്താണ് ഈ നാലമ്പല ദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായിട്ട് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾക്ക് പുറമെ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ ഒരു അവതാരം കൂടി ഈ ശ്രീരാമ ദർശനത്തിൽ പറയുന്നുണ്ട്. ആ ചരിത്രപരമായി എന്ന് പറയുമ്പോൾ ഈ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെ ദർശനം ചെയ്യുക വഴി മുജ്ജമ്മ ദോഷ പരിഹാരത്തിനും സർവ്വദുരിത നിവാരണത്തിനും ഇഷ്ടസന്താനലബ്ധിക്കും വളരെ പ്രാധാന്യമുള്ളതായിട്ടാണ് പൂർവികർ കണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഈ ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാലമ്പല ദർശനം എന്നുള്ള ഒരു മഹത്വ ദർശനത്തിലേക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം ചെയ്യുവാൻ എത്തിയിട്ടുള്ളത്. തന്നെയുമല്ല, ഇത്രയും കുറഞ്ഞ ദൂരത്തിൽ ക്ഷേത്രദർശനം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അടുത്തില്ലാത്തതും വളരെ പ്രാധാന്യം കൊള്ളിക്കുന്നു. മേടമാസത്തിലെ അനിഴത്തിന് കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 6 ദിവസത്തെ ഉത്സവവും കർക്കടക മാസത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. മറ്റു വിശേഷ ഹൈന്ദവ ആഘോഷങ്ങളും ആചാരങ്ങളും പ്രൗഢഗംഭീരമായി തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു. മേടമാസത്തിലെ തിരുവോണമാണ് ഉത്സവം. ഈ ക്ഷേത്രക്കുളത്തിൽ തന്നെ ആറാട്ട് നടത്തുന്നു. പിന്നെ ശിവരാത്രി, പിന്നെ സർപ്പ പൂജ, ആയില്യം പൂജ, അഷ്ടമിരോഹിണി. ഈ വർഷം മുതൽ തിരുവോണത്തിന് എല്ലാ മാസത്തിലെയും ആഘോഷം ഭംഗിയായിട്ട് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നദാനത്തോടു കൂടി നടത്താൻ. പിന്നെ ഇവിടെ ഉദയാസ്തമന പാരായണമുണ്ട് എല്ലാ വർഷത്തിലും കർക്കിടകത്തിലെ തിരുവോണത്തിന്. അത് രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നടത്താറുള്ളതാണ്. അത് വളരെ ഭക്തിനിർഭരമായിട്ട് നടത്തുന്നതാണ്. എല്ലാ ജനങ്ങളും നല്ല പങ്കാളിത്തം ഉള്ളതാണത്. അത് വളരെ ഫലപ്രദമായിട്ട് ആൾക്കാർക്ക് തോന്നാറുമുണ്ട്. നാലമ്പലങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേത്രാചാരങ്ങളുടെ സംരക്ഷണത്തിനുമായി സമ്പൂർണ്ണ വികസന പദ്ധതി അനിവാര്യമാണ്. അതിനായുള്ള ശ്രമങ്ങളും നടന്നുവരുന്നു. കേന്ദ്ര സർക്കാർ സഹായത്തോടെ അത് സാധ്യമാകും എന്ന് തന്നെയാണ് തദ്ദേശീയരുടെ പ്രതീക്ഷ. നാലമ്പല ദർശനം കാലങ്ങളായിട്ട് ഒരുപാട് വർഷമായിട്ട് 10-700 വർഷത്തെ പഴക്കമുള്ളതാണ്. ഇതിന് ഒരുപാട് ചരിത്രകഥകൾക്ക് ഇതിന് മുന്നേ പറഞ്ഞ ആൾക്കാർ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 2-3 ഘട്ടത്തിലായുള്ള ഡെവലപ്മെൻറ്റിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു 20 ലക്ഷം രൂപയുടെ ടൂറിസം പദ്ധതി അനുസരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം കൂടി 2.5 കോടി രൂപ 4 ക്ഷേത്രങ്ങൾക്കായിട്ടുണ്ട്. അതിനെയാണ് ഈ പുറമേ കാണുന്ന ഈ പന്തലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ റോഡ് വികസനത്തിന് വേണ്ടി 62 ലക്ഷം രൂപയുടെ വികസനം. അങ്ങനെ 2-3 ഘട്ടത്തിലുള്ള വികസനങ്ങൾ അങ്ങ് തടഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ ജനപ്രവാഹമായി തുടങ്ങി. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് പോലും ആൾക്കാർ വരുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. ഇപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മാറേണ്ടതുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ വലിയ പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രസാദം പദ്ധതിയിലോ അല്ലെ ദർശനമാല പദ്ധതിയിലോ ഏതെങ്കിലും പെടുത്തി ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് ഇതിനു മുമ്പിരുന്ന മോഡി സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു. അന്ന് കിഷൻ റെഡ്ഡി ആയിരുന്നു ടൂറിസം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും അതുപോലെ വി മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ മുമ്പിൽ ഈ കാര്യങ്ങളിൽ എത്തിക്കുക ഒരു പ്രോജക്റ്റായിട്ട് നമ്മൾ കൊടുത്തു. 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മിനിസ്ട്രി മാറുന്നതുകൊണ്ട് പുതിയ മിനിസ്ട്രി വരുന്ന സമയത്ത് അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളതനുസരിച്ച് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർക്കും ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതുപോലെ സുരേഷ് ഗോപി, ഇവർക്കെല്ലാം നമ്മൾ പുതിയ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുക്കുകയും അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഭരണങ്ങാനം പള്ളിയും അതുപോലെ മലയാറ്റൂർ പള്ളിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ടൂറിസം ഒരു വേ അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നാലമ്പലം ഞങ്ങളുടെ പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. 1500-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലും കേരള വാസ്തുകലയുടെ സമ്പൂർണ്ണ സമ്മിശ്രണം കാണാം. രാമപുരം കൂത്താട്ടുകുളം വഴിയിലാണ് ഭരതസ്വാമിയുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം.
വലിയ ഒരു തെറ്റ് ചെയ്ത ദേവേന്ദ്രൻ അബലനായി പോകട്ടെ എന്ന് ഗൗതമ മുനി ശപിച്ചു. നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തുവല്ലോ എന്നാണ് അഹല്യയോട് ഗൗതമ മുനി ചോദിച്ചത്. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിനായി ഈ കാട്ടിൽ അദൃശ്യയായി വായു ഭക്ഷണമായി കഴിച്ച് കല്ലിനെ ആശ്രയിച്ച് 1000 വർഷം തപസ് ചെയ്യണമെന്നും പിന്നീട് ശ്രീരാമദർശനം ലഭിക്കുന്നതോടുകൂടി പരിശുദ്ധയായി എന്നിലേക്ക് ചേരുമെന്നും ഗൗതമ മുനി അഹല്യയെ ശപിച്ചു. ശരിക്കും പറഞ്ഞാൽ ഗൗതമ മുനി ശപിക്കുകയല്ല, മറിച്ച് അഹല്യയ്ക്ക് തെറ്റ് തിരുത്തുവാനുള്ള ഒരു അവസരമാണ് ഇവിടെ നൽകിയത്. ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. പാപം ചെയ്താലും നിത്യപാപം എന്നൊന്നില്ല. നമ്മുടെ കർമ്മഫലം കൊണ്ടുള്ള പാപങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റും. തുടർന്ന് ആശ്രമം വിട്ട ഗൗതമ മുനിക്ക് തൃശൂലപുരത്ത് വെച്ച് ധനുമാസത്തിലെ തിരുവാതിര നാൾ നടരാജ നൃത്തത്തിന്റെ ദർശനം ലഭിക്കുകയും മുനി തിരിച്ചു തന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് വനവാസ സമയത്ത് ശ്രീരാമദർശനം ലഭിക്കുകയും ശാപമോക്ഷം ലഭിച്ച അഹല്യ ഗൗതമ മുനിയോടൊപ്പം ചേർന്ന് ജീവിതം തുടരുകയും ചെയ്തു. നാളെ വീണ്ടും കാണാം. നമസ്തേ.